ഇന്ന് നമുക്ക് എങ്ങനെ പുളി പുകയ്ക്കാം. നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് പുളി പുകയ്ക്കുന്നത്. അതായത് ഇച്ചിരി തൊണ്ട്, പിന്നെ കുറച്ച് പൊടിവറകൊക്കെ ഇട്ട് നല്ലതായിട്ട് തീ പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഇലകളും ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ, നമ്മൾ തൂത്തുവാരുന്ന ഇലകളൊക്കെ ഇല്ലേ, ഒക്കെ കൂടി ഇട്ട് നല്ല പുക കൊടുക്കും. അതായത് പുളി കറക്കണമല്ലോ. എന്നിട്ട് ഞാൻ ചാക്കിട്ട് മൂടും. ചണച്ചാക്കാണ് എപ്പോഴും നല്ലത്. ചണച്ചാക്കാകുമ്പോഴത്തേക്കും നമ്മളിത് ഉരുകുമോയെന്നൊന്നും പേടിക്കണ്ടല്ലോ, ചൂട് കൊണ്ടേ. അപ്പം ചണച്ചാക്കുണ്ടെങ്കിൽ നല്ലത്. ഇതുപോലെ പുക ഇട്ട് കൊടുത്ത് നന്നായിട്ട് പുക കൊടുത്തതിന് ശേഷം മൂടിയിട്ട് പുകയ്ക്കുവാണെങ്കിൽ പെട്ടെന്നുണ്ടല്ലോ ഇത് കറക്കുമെന്ന് പുളിയേ. അതിൻ്റെ വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതായി കിട്ടും. പക്ഷെ ഇപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് ഓടി ഓടിയല്ലേ മഴ വരുന്നത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പുളി ഉണക്കി മാറ്റാൻ പറ്റും. ഞങ്ങൾക്ക് ഒരു പുളിമരമേ ഉള്ളൂ. അതിൽ നിന്ന് കുറച്ച് കിട്ടും, കുറച്ച് വിൽക്കും, ബാക്കി ഉപയോഗിക്കാൻ വയ്ക്കും. അങ്ങനെ നന്നായിട്ട് കഴുകി എടുത്ത് പൊട്ടിച്ചാണ് ഞാൻ പുളി ഉണക്കുന്നത്. നിങ്ങളോ? മണ്ണൊന്നും പറ്റി ഇരിക്കണ്ട.